ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പ്ലം പിക്കിളാണ്, പ്ലം അച്ചാർ. പിന്നെ പ്ലം എല്ലാം കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാം കുരു കളയണ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. എല്ലാം ഞാൻ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ആവശ്യമുള്ള സാധനം എന്തൊക്കെയെന്ന് നോക്കാം. ഞാൻ ആവശ്യമുള്ള സാധനമൊക്കെ ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. എല്ലാം ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, ഇഞ്ചി, കടുക്, ഉപ്പ്, വെളുത്തുള്ളി, മുളക് പൊടി, പിന്നെ പച്ചമുളക്, പിന്നെ മഞ്ഞപ്പൊടി വെച്ചിട്ടുണ്ട്. ഈ നടുക്കിരിക്കുന്ന സാധനം കായമാണേ, പൊടിക്കായ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കട്ടക്കായമാണ് എടുത്തത്. ഇനി ഈ പ്ലം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കിനി ഓർന്നതെടുത്ത് കട്ട് ചെയ്യാൻ ചെറുതായിട്ട്. ഫോൺ വെച്ചിട്ടാണ് കട്ട് ചെയ്യണത്, ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. നമുക്കിത് ഓരോ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അച്ചാറിൻ്റെ സൈസ് ഉണ്ടല്ലോ, അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. എനിക്കറിയാമല്ലോ സൈസ്. അച്ചാറിനെ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്തെടുക്കുക. എല്ലാം പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്കെല്ലാം കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ എല്ലാം കട്ട് ചെയ്തിട്ട് ഇത് ലാസ്റ്റ് വണ്ണാണ്. ഇതും കൂടെ കട്ട് ചെയ്താൽ നമുക്ക് കട്ടിങ് പരിപാടി കഴിഞ്ഞു ഫ്രണ്ട്സ്. പക്ഷെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നമ്മളെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത പരിപാടി നമുക്കിത് നമ്മൾ മസാലയൊക്കെ ഒന്ന് അരയ്ക്കണം. നമുക്ക് പോയി ജാർ എടുക്കണം. എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം കട്ട് ചെയ്ത് കിടിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത് പോയി ജാർ എടുത്തിട്ട് വരാം. ജാറ് കിട്ടി. നമുക്ക് ജാറിലേക്ക് നമ്മളെ സാധനം ഇൻഗ്രീഡിയൻസ് തരുമോ? ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്യാൻ കൊടുത്താൽ മതി. കടുക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മളെ കായം കൂടെ അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ പോയി അരച്ചെടുത്തിട്ട് വരാം. അത് ജാറിലൊക്കെ വെച്ചിട്ട് ഉച്ചങ്ങിട്ടിട്ട് രണ്ടര അങ്ങോട്ടും ഇങ്ങോട്ടും മസാല അരച്ചെടുത്ത്. അയ്യോ, നമ്മൾ വെള്ളം ഒഴിക്കാൻ പറ്റും. കുറച്ച് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ജസ്റ്റ് തിക്കിനി കിട്ടിയാൽ മതി. നമ്മളങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് നല്ല വൃത്തിയാ. അങ്ങോട്ട് ഇതിനോട് തിരിക്കാൻ മതി. അരഞ്ഞ് കിട്ടിക്കോളും ഇങ്ങോട്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചരക്കണേ കേട്ടല്ലോ, മറന്നതല്ലേ. ഈ തിക്നെസ്സിന് അങ്ങ് കിട്ടിയാൽ മതി. നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാൻ പോവാം. ഗ്യാസ് കത്തിച്ചു. നമ്മളെ ഇരുമ്പ് ചട്ടിയാണ് എടുത്ത്. ഇരുമ്പ് ചട്ടി വെച്ചോ, എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നല്ലെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കടുക് പൊട്ടിക്കുക. കരിവേപ്പിലയും പച്ചമുളകും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടെടുക്കുക. ഞാൻ കടുക് ഇട്ടു. കടുക് നല്ല പൊട്ടണണ്ട. കടുക് നല്ല പൊട്ടിയത് നമ്മൾ അരപ്പെടുത്ത് അങ്ങ് ഒഴിച്ചു. നമ്മൾ അരച്ച് വെച്ചിങ്ങനെ അരപ്പെടുത്ത് ഒഴിച്ചു. അതിനി ഒന്ന് ജസ്റ്റ് തിളച്ച് കുറുകണം. ഇനി ആഡ് ചെയ്യണ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇത് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോണ ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ചേർന്ന് ഇതിനു വേണ്ടി നല്ല വിനാഗിരി നമുക്ക് കുറച്ച് ഇരിക്കണ്ടേ. ഇനി കുറച്ച് വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല വൃത്തി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അതിലേക്ക് നമ്മളെ മെയിൻ സാധനം, ഇത് നിങ്ങൾ വിചാരിക്കും ഇത് എന്താ ഇട്ടെന്ന്. ശർക്കരയാണ്. ഒരുണ്ട ശർക്കര ഇട്ട് കൊടുത്ത്. ശർക്കര വേണം, നല്ല ഒരു ടേസ്റ്റാണ്. ശർക്കര ഇട്ട് കൊടുക്കണം. മെയിൻ സാധനമാണ് ശർക്കര, നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടല്ലോ. പക്ഷെ ഇങ്ങനെ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ വീട്ടിൽ. ശർക്കര ഇട്ട് കൊടുത്ത് നല്ല കുറുകി ഒന്നണ്ട, കുറുകുറാന്നായി. ഇതിലേക്കാണ് നമ്മളെ മെയിൻ സാധനമായിട്ട് പ്ലം ഇടാനുള്ള. പിന്നെ കുറുകി വന്നതിന് ശേഷം മാത്രമേ പ്ലം ഇട്ട് കൊടുക്കാവൂ. പ്ലം ഇട്ടൊന്ന് നമ്മൾ പ്ലം മൊത്തം അങ്ങ് തട്ടിക്കൊടുത്തു.
ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി തീ ഓഫാക്കി അങ്ങ് വെച്ചാൽ മതി. കേട്ടോ, ഇളക്കിയിട്ട് ആ സ്റ്റവ് അങ്ങൊന്ന് ഓഫാക്കി വെക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് നല്ലോടത്ത് മിക്സ് ചെയ്ത ശേഷം കേട്ടോ. ഇല്ല, പ്ലം വെച്ചിട്ട് തിളക്കി വയ്ക്കണ്ട. ഞാൻ സ്റ്റവ് ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് ഓഫാക്കി കൊടുക്കാം. നമ്മളെ പ്ലം അച്ചാർ റെഡി. ഞാൻ സ്റ്റവ് അങ്ങ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് അങ്ങോട്ട് റെഡി ആയിക്കോളും നമ്മളെ പ്ലം. സ്റ്റവ് അങ്ങനെ ഓഫാക്കി. നമ്മളെ പ്ലം അച്ചാർ റെഡി. പ്ലം പിക്കിൾ നല്ല ടേസ്റ്റാണ്. ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴാണ് വീഡിയോ കാണിക്കാൻ പറ്റുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടല്ലോ.